ഹേ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സുശാന്ത് സിംഗ് അഭിനയിച്ച ഒരു മൂവിയുടെ എക്സ്പ്ലനേഷനാണ് നോക്കാൻ പോകുന്നത്. മൂവിയുടെ പേര് കൈപ്പോച്ച എന്നാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു മൂവി കൂടിയാണിത്. സുശാന്ത് സിംഗ് അഭിനയിച്ച ഒട്ടുമുക്ക മൂവീസും നമ്മൾ എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നേരെ നമുക്ക് ഈ മൂവിയുടെ എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മൂവിയുടെ ഓപ്പണിങ്ങിലായിട്ട് ഒരാളുടെ സ്പീച്ചാണ് കാണിക്കുന്നത്. കുറേ പ്രിൻസിപ്പലിൻ്റെ മുന്നിലായിട്ട് ഒരാൾ നിന്ന് പറയുകയാണ്. അയാളുടെ ഓർഗനൈസേഷനിൽ നിന്ന് ഒരുപാട് അത്ലറ്റിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്ത്യ മുഴുവനും ഇതുപോലുള്ള വലിയ അത്ലറ്റുകളെ കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്നും പറയുന്നുണ്ട്. ഇപ്പം നമ്മളെ ഒരു 10 വർഷത്തിന് മുമ്പ് ഉള്ള ഒരു കഥയാണ് കാണിക്കുന്നത്. ഈ സിനിമ ഫുള്ള് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയാണ് മെയിൻലി ഫോക്കസ് ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ മെയിനായിട്ട് 3 ക്യാരക്ടറാണുള്ളത്. ഇതിലെ ഫസ്റ്റിലത്തെ ആൾ ഗോവിന്ദാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ആൾ വരുന്നത് ഇഷാനാണ്. മൂന്നാമത്തെ ആൾ ഓം. ഇഷാൻ്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സുശാന്ത് സിംഗ് ആണ്. അപ്പോൾ ഇവർ 3 പേരും വളരെ തിക്ക് ഫ്രണ്ട്സാണ്. ഈ 3 പേർക്കും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എപ്പോഴും ബിസിനസ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹമാണ്. ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് വലിയ ആഗ്രഹമായിട്ട് അവർ പലരെയും കാണുന്നൊക്കെയുണ്ട്. അങ്ങനെ ഇഷാൻ്റെ അച്ഛനോട് സംസാരിക്കുന്നു. അങ്ങനെ ഗോവിന്ദ് നന്നായിട്ട് അവൻ്റെ അച്ഛനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് ബിസിനസ്സിലുള്ള ചെക്ക് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവരുടെ വീടിന് മുന്നിലായിട്ട് ഒരു കാറിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇഷാനാണെങ്കിൽ ഉടനെ ഒരു ബാറ്റും എടുത്ത് വെളിയിലേക്ക് ഓടിപ്പോകുന്നുണ്ട്. നേരെ പോയിട്ട് ആ കാറ് അടിച്ചു പൊട്ടിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ആ കാറിലുണ്ടായിരുന്ന ആൾ നമ്മുടെ ഇഷാൻ്റെ സിസ്റ്ററെ കുറേ നാളായിട്ട് സൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണ് ഇവൻ ഇങ്ങനെ ചെയ്തത്. സൗണ്ട് കേട്ട് എല്ലാവരെയും അവിടേക്ക് വരുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഇഷാൻ്റെ അച്ഛന് വളരെയധികം ദേഷ്യമാവുന്നുണ്ട്. അയാൾ വന്ന് ചോദിക്കുന്നുണ്ട്, ഇത്രയും ചെറിയ കാര്യം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നീ എങ്ങനെയാണ് ഒരു ബിസിനസ് ചെയ്യുന്നത്? ഇതൊന്നും നിന്നെക്കൊണ്ട് നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് ഇവർക്കൊരു ചെക്ക് അയാൾ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ആ ചെക്ക് വലിച്ച് അവരുടെ മുന്നിൽ വെച്ച് തന്നെ കീറുകയാണ്. അങ്ങനെ അവർ ഗ്രൗണ്ടിൽ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരു പയ്യൻ നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കുന്നതായിട്ട് ഇവരവിടെ നിന്ന് ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇഷാൻ മോമിയോട് പറയുകയാണ്, നിൻ്റെ വീട്ടിൽ നിൻ്റെ ഫാദറിനോട് നമുക്ക് പോയി കാശ് ചോദിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഫാദറിനോട് കാശ് ചോദിക്കുകയാണ്. എന്നാൽ അയാളത് കൊടുക്കാനായിട്ട് തയ്യാറാവുന്നില്ല. ഇത് കണ്ട അവൻ്റെ അമ്മ അവനോട് പറയുന്നുണ്ട്, നീ പോയി മാമനോട് കാശ് ചോദിക്കാനായിട്ട്. അങ്ങനെ ഓമി പോയിട്ട് അവൻ്റെ മാമനോട് കാശ് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, പിന്നെന്താണ്, കാശൊക്കെ തരാലോ എന്ന് പറഞ്ഞിട്ട് ബിസിനസ്സിന് ആവശ്യമായ കാശ് കൊടുക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു ഷോപ്പ് എടുത്തിട്ട് അതിൽ സ്പോർട്സ് എക്യുപ്മെൻ്റൊക്കെ വിൽക്കുന്ന കടയാണ് അവർ തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു സ്പോർട്സ് അക്കാദമിയും കൂടെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അവരങ്ങനെ ഗ്രൗണ്ടിൽ നിൽക്കുന്ന സമയത്ത് ഒരു പയ്യൻ പറയുന്നുണ്ട്, ഇഷാൻ അണ്ണ ആ പയ്യനെ ഔട്ടാക്കാനായിട്ട് പറ്റുന്നില്ല, എന്തെങ്കിലും വന്നൊന്ന് ഒന്ന് ഔട്ടാക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ പയ്യൻ്റെ അടുത്തേക്ക് പോവാണ്. അവൻ്റെ പേരാണ് അലി. അലിക്കാണെങ്കിൽ ക്രിക്കറ്റിനേക്കാളും നന്നായിട്ട് ഗോലി കളിക്കുന്നതാണ് ഇഷ്ടം. അവൻ അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇഷാൻ വന്ന് അവനോട് സംസാരിക്കുകയാണ്. അപ്പോൾ അവൻ ഗോലി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഷാൻ അവനുമായിട്ടൊരു പന്തയം വയ്ക്കുകയും ചെയ്യുകയാണ്. ഗോലി കളിയിൽ അതിൽ ഇഷാൻ ജയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഗോലിയൊക്കെ ഇഷാൻ എടുക്കുകയാണ്. അപ്പോൾ അലി പറയുന്നുണ്ട്, ശരി ഒരു ഓവർ എനിക്ക് വേണ്ടി എറിയാനായിട്ട് പറയുന്നുണ്ട്. അതിൽ ഞാനൊരു 6 അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗോലിയൊക്കെ എനിക്ക് തിരിച്ചു തരണമെന്നും പറയുന്നുണ്ട്. അങ്ങനെ അവൻ ബാറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഇഷാൻ ബോൾ എറിയാനായിട്ട് തുടങ്ങിയാണ്. ആദ്യത്തെ 3 ബോളിലും അവൻ 6 അടിക്കുന്നുണ്ട്. അടുത്ത ബോൾ എറിയുമ്പോഴത്തേക്ക് അലി ബോധം കെട്ട് വീഴുകയാണ്. ഇവർ പെട്ടെന്ന് അവനെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഇത് ചെറിയൊരു തലകറക്കമാണ്, അല്ലാതെ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഇഷാൻ അവൻ്റെ ഫ്രണ്ട്സിനോട് പറയുകയാണ്, പുതിയതായിട്ടൊരു മാള് തുടങ്ങുന്നുണ്ട്, നമ്മുടെ ഷോപ്പ് അവിടെ ഒരെണ്ണം എടുക്കണമെന്ന് അവൻ പറയുന്നുണ്ട്. കുറച്ചുകൂടെ ഫേമസ് ആവാനായിട്ട് അത് സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം കൂടെ ഉണ്ടായിരുന്ന ഓമ പറയുകയാണ്, അതിൻ്റെ ആവശ്യമുണ്ടോ, ഇപ്പോൾ ഉള്ള ഷോപ്പിന് എന്താണ് കുഴപ്പമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഉടനെ ഗോകുൽ പറയുന്നുണ്ട്, ഇല്ല നമ്മൾ ആ മാളിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നും അവൻ പറയുന്നുണ്ട്. അങ്ങനെ അവർ അങ്ങനൊരു തീരുമാനത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. ശേഷം അവരങ്ങനെ വീക്കെൻഡ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇഷാൻ വന്ന് ഗോവിന്ദിനോട് പറയുന്നുണ്ട്, എൻ്റെ സിസ്റ്ററിനാണെങ്കിലും മാത്സ് തീരെ അറിയില്ല, നിനക്കാണെങ്കിൽ അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാലോ, നീ ഒരു സ്പെഷ്യൽ ട്യൂഷൻ അവൾക്ക് എടുത്തു കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗോവിന്ദ് പറയുന്നുണ്ട്, ശരി ഞാൻ ചെയ്യാമെന്നും പറയുന്നുണ്ട്. അങ്ങനെ അവളെ പഠിപ്പിക്കാനായിട്ടൊക്കെ അവൻ അവിടേക്ക് ചെല്ലുകയും ചെയ്യുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. ശേഷം ഇവർ നേരെ പോയിട്ട് ആ ക്രിക്കറ്റ് കളിച്ചില്ലായിരുന്നു അലി എന്ന പയ്യൻ, അവൻ്റെ ഫാദറിനെ പോയി കണ്ടിട്ട് ഇവരുടെ അസോസിയേഷനിൽ ക്രിക്കറ്റ് കളിക്കാനൊക്കെ ആയിട്ട് അവനെ വിടണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. എന്നു വെച്ചാൽ ഈ അലി എന്ന് പറയുന്ന പയ്യൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ഒരു മുസ്ലിം കക്ഷി ചേർന്ന ഒരാളാണ്. നമ്മുടെ ഓമില്ലേ, അവൻ്റെ മാമൻ്റെ കയ്യിൽ നിന്നാണല്ലോ ഇവർ കാശൊക്കെ എടുത്ത്. അയാളാണെങ്കിൽ ഒരു ഹിന്ദു കക്ഷിയിൽ ചേർന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ 2 പാർട്ടികളും തമ്മിൽ ഒരിക്കലും ഒത്തുപോകില്ല എന്നവരറിയാം. പക്ഷേ അങ്ങനെ അലിയുടെ അച്ഛനൊക്കെ സംസാരിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഇവർ പറഞ്ഞ് കൺവിൻസിങ് ചെയ്യും. അങ്ങനെ അലിക്ക് അവർ ക്രിക്കറ്റ് കളിക്കാനായിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ സമയം ഗോവിന്ദും
സ്പെഷ്യൽ ട്യൂഷൻ എടുക്കാനായിട്ട് ഇഷാൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നല്ലോ. ഇഷാൻ്റെ സിസ്റ്ററിനാണെങ്കിൽ അവനെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. ആദ്യമേയൊക്കെ അവനാണെങ്കിൽ മാറി മാറി നിൽക്കുമായിരുന്നു. ഒരു ദിവസം വെളിയിൽ പോകാനായിട്ട് അവനെ വിളിക്കുന്നുണ്ട് അവൾ. പക്ഷേ അവൻ ആദ്യം മാറി നിന്നെങ്കിലും പിന്നീട് അതിന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം തന്നെ ഇഷാൻ ക്രിക്കറ്റ് കളിക്കാനായിട്ട് അലിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ അലിയാണെങ്കിൽ അതൊന്നും കേൾക്കുന്നില്ല. അവൻ പറയുന്നുണ്ട്, എനിക്ക് നാളെ വരാനൊന്നും പറ്റില്ല, എനിക്ക് ഗോലിയുടെ മാച്ച് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഉടനെ ഇഷാൻ പറയുകയാണ്, ഗോലി മാച്ചിൽ പോയിട്ട് നീ ഇപ്പോൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ക്രിക്കറ്റാണല്ല, ക്രിക്കറ്റിൽ കളിച്ചാൽ നിനക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഉടനെ അവൻ അവരെല്ലാം കളിയാക്കിയിട്ട് പറയുകയാണ്, എന്നിട്ട് നിങ്ങളൊക്കെ എന്താണ് സാധിച്ചതെന്ന് പറഞ്ഞിട്ട് കളിയാക്കിയിട്ട് അവരെ ശേഷം അവരാ മരുന്ന മാളില്ലേ അവിടേക്ക് പോയിട്ട് കടയുടെ സ്പേസൊക്കെ നോക്കുകയാണ്. അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ അത് എടുക്കാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ അതിന് അഡ്വാൻസ് ആയിട്ട് ഒരു 5 ലക്ഷം രൂപയൊക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ കാശാണെങ്കിൽ ഇവരുടെ കയ്യിലില്ല. അങ്ങനെ ഓമിനോട് പറയുന്നുണ്ട് അവൻ്റെ മാമനോട് പോയി ചോദിക്കാനായിട്ട്. അങ്ങനെ ഓമ് പോയിട്ട് അവൻ്റെ മാമനോട് പോയി ചോദിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ചോദിക്കുന്ന സമയത്ത് അയാൾ ആ കാശ് കൊടുക്കാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ അവർ പോയിട്ട് അത് ബുക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ ഗോവിന്ദും അതേപോലെ അവൻ്റെ ഇഷാൻ്റെ സിസ്റ്റർ ഉണ്ടല്ലോ അവരും തമ്മിൽ ലൈൻ ആവുകയും ഇഷ്ടത്തിലാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ അലിയെ പോയി കൺവിൻസ് ചെയ്തിട്ടാണെങ്കിൽ ഇഷാൻ ക്രിക്കറ്റ് കളിക്കാനായിട്ട് കൊണ്ടുവരികയാണ്. അവന് നന്നായിട്ട് അവൻ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അലി നന്നായിട്ട് ബാറ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. അങ്ങനെ ഒരു ദിവസം അവിടെ ഒരു ഭൂമി ഉൽക്കം വരികയാണ്. അവിടെ ആകെ നാശനഷ്ടങ്ങളൊക്കെ വരികയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഇഷാനാണെങ്കിൽ ഓടിപ്പോയിട്ട് ആ മാള് നോക്കിയാണ്. മാള് മൊത്തം പൊളിഞ്ഞിടക്കുകയാണ്. അവൻ കൊടുത്ത അഡ്വാൻസൊക്കെ വേസ്റ്റ് ആയല്ലോ എന്ന് ഓർത്ത് അവൻ ആകെ വിഷമിക്കുന്നുണ്ട്. അവൻ അവിടെ വന്ന് ഓരോരുത്തരുടെ വീടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ നേരെ അലിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അലിയുടെ വീട് മൊത്തം പൊളിഞ്ഞ് കിടക്കുന്നതായിട്ടാണ് അവൻ കാണുന്നത്. അവൻ ആകെ വിഷമമാവുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ ഓമില്ലേ, ഓമിൻ്റെ മാമനാണെങ്കിൽ അവനോട് വന്ന് പറയുകയാണ്, ഓമിനോട്, ഞാൻ വെളിയിലേക്ക് പോവുകയാണ്, നമ്മുടെ ആളുകൾക്കൊക്കെ തുണയായിട്ട് നീ ഇവിടെ ഉണ്ടാവണം, ഞാൻ വരുന്നിടം വരയ്ക്കും ഇവരുടെ തന്നെ കൂടെ നിൽക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇഷാൻ ആ മുസ്ലിം പാർട്ടിയിൽപ്പെട്ട കുറേ ആളുകളെയും കൊണ്ട് അവിടേക്ക് വരികയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഈ ഓമിൻ്റെ ആളുകളുണ്ടല്ലോ അത് ഹിന്ദു പാർട്ടിയിൽപ്പെട്ട ആളുകളാണ്. ഇവരെ തടയുന്നുണ്ട്. ഇവരെ ഇവിടെയൊന്നും താമസിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. ഇപ്പോൾ ഓം അവിടേക്ക് വരുന്നുണ്ട്. അവനും അതേ രീതിയിൽ സംസാരിക്കുകയാണ്. അങ്ങനെ ഇഷാനും അവനും തമ്മിൽ അവിടെ വെച്ചൊരു വഴക്കുണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവരെയെല്ലാം തിരിച്ച് കൊണ്ടുപോയിട്ട് ഇഷാൻ അവൻ്റെ വീട്ടിൽ കൊണ്ടുവിടുകയാണ്. ഇപ്പോൾ അലിയുടെ അച്ഛൻ വന്നിട്ട് നമ്മുടെ ഇഷാനോട് ചോദിക്കുകയാണ്, നീ ഇവരെയെല്ലാം കൂട്ടി അവിടെ കൊണ്ടുപോയിട്ട് നാണം കെടുത്തിയില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ ഗോവിന്ദ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതെ റൂമിൽ തന്നെ ഇരിക്കുകയാണ്. ഇവിടേക്ക് നമ്മുടെ ഇഷാൻ്റെ സിസ്റ്റർ വരുന്നുണ്ട്. അവർ വന്നിട്ട് പറയുന്നുണ്ട്, നീ നിൻ്റെ ഫ്രണ്ട്സ് തമ്മിൽ കൂടി അടിയുണ്ടായതൊക്കെ കാര്യമൊക്കെ അറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ റൂമിൽ അടഞ്ഞിരിക്കാതെ വെളിയിലേക്ക് ഇറങ്ങാനൊക്കെ അവനെ നിർബന്ധിക്കുന്നു. നേരെ പോയിട്ട് ഓമി കാണുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തിനാടാ നീ ഇങ്ങനെ അടിയൊക്കെ ഉണ്ടാക്കി അവനുമായിട്ടെന്ന് പറയുന്നുണ്ട്. അവൻ്റെ ദേഷ്യമൊക്കെ നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ ഓമി പറയുകയാണ്, ഈ ഒരു ചെറിയ കാര്യത്തിന് അവൻ ഇത്രയും ചൂടായിട്ടുണ്ടെങ്കിൽ അവൻ്റെ സിസ്റ്ററുമായിട്ട് നിനക്ക് ലിങ്ക് ഉണ്ടെന്ന് അറിഞ്ഞാൽ അവൻ എന്തുമാത്രം ചൂടാവും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അടുത്ത സീനിലായിട്ട് അവരെല്ലാവരും അവരുടെ കടയിലിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിലൊരു 40,000 രൂപ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പൈസ കാണുന്നില്ല, അതെന്ത് ചെയ്യുന്നു ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഇഷാൻ പറയുന്നുണ്ട്, അലിയുടെ വീട് നശിച്ചു പോയിട്ടില്ലായിരുന്നോ, അപ്പോൾ അത് റെഡിയാക്കാനായിട്ട് ആ കാശ് അവിടെ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഓമിയും ഗോവിന്ദും അവനോട് ചൂടാവുകയാണ്. നീ എന്ത് മണ്ടത്തരമാണ് ഈ കാണിച്ചത്? 5 ലക്ഷം രൂപയൊക്കെ ഓമിയുടെ മാമൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ കാശ് കടം മേടിച്ചില്ലായിരുന്നു, അതൊക്കെ ഇനി എങ്ങനെ കൊടുത്തു തീർക്കും? അതിനെക്കുറിച്ച് വല്ല വിചാരമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഓമിയും ഗോവിന്ദും കൂടെ അവൻ്റെ മാമനെ കാണാനായിട്ട് പോവുകയാണ്. അവിടെ ചെന്ന് കാശിന് കുറച്ച് താമസം വരും, കുറച്ച് നാളോടെ ഒന്ന് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അവൻ്റെ മാമൻ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ലടാ, നീ പതിയെ അടച്ച് തീർത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഓമിയോട് പറയുകയാണ്, നീ നമ്മുടെ പാർട്ടിയുടെ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കണം, ഇനി കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, നീ എല്ലാത്തിനും കൂടെ നിൽക്കണമെന്നൊക്കെ അവനോട് പറയുന്നു. ഇപ്പം ഗോവിന്ദ് അവനോട് പറയുന്നുണ്ട്, ശരി നീ ഈ പരിപാടികളൊക്കെ നോക്ക്, കട ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ അവനോട് പറയുന്നുണ്ട്. അങ്ങനെ ഗോവിന്ദ് കടയിലിരിക്കുന്ന സമയത്ത് ഒരു പയ്യൻ അവിടേക്ക് വരുന്നുണ്ട്. കൂടെ അവൻ്റെ അമ്മയും വരുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഈ പയ്യനെ കുറച്ച് നേരത്തേക്ക് ഒന്ന് നോക്കിക്കോളൂ, ഞാനൊന്ന് അമ്പലത്തിൽ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നു. അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട്, ശരി ഇവിടെ നിന്നോട്ടെ എന്ന് പറയുന്നുണ്ട്. ഈ സമയം തന്നെ നമ്മുടെ ഓമിക്കാണെങ്കിൽ ആ കക്ഷിയുടെ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആ പാർട്ടിയുടെ ഫണ്ടിൽ നിന്നൊരു വണ്ടിയൊക്കെ അനുവദിച്ചു കൊടുക്കുകയാണ്. അവനൊരു അതിലൊരു നേതാവായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ആ അമ്പലത്തിൽ പോയാൽ അവർ തിരിച്ചു വരികയാണ്. അവർ വന്ന് ഗോവിന്ദനോട് പറയുന്നുണ്ട്, ഞാൻ ഈ സ്കൂളിൽ ഇവിടെ അടുത്തുള്ള സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്, അപ്പോൾ അവിടേക്ക് നിങ്ങളുടെ ഈ സ്പോർട്സിനെ കുറിച്ചൊക്കെ കുറേ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നല്ലൊരു പ്രസൻറ്റേഷൻ അവിടെ ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദൻ അത് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമാവുകയാണ്. തീർച്ചയായിട്ടും അവനത് ചെയ്യാമെന്ന് പറയുകയും ചെയ്യുന്നു. ഗോവിന്ദ് ഉടനെ ഇഷാനെ ഫോൺ ചെയ്യുകയാണ്. അതുപോലെ ഈ പ്രസൻറ്റേഷൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്, നീ വരണമെന്നും പറയുന്നുണ്ട്. എന്നാൽ ഇഷാൻ പറയുന്നുണ്ട്, എനിക്കിതിനൊന്നും പറ്റില്ല, എനിക്ക് സമയമില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിയുകയാണ്. ഇത്
അവൻ്റെ സിസ്റ്റർ കേൾക്കുന്നുണ്ട്. സിസ്റ്റർ വന്ന് അവനോട് സംസാരിക്കുകയാണ്. എത്ര നാൾ നിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ മാറി നിൽക്കും, ഇങ്ങനെ റൂമിൽ അടച്ചിരിക്കും, നീ പോയി നിൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കുക, എത്ര നാൾ നിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അവൻ നേരെ ഓമിനെ കാണാനായിട്ട് പോവുകയാണ്. എന്നാൽ അവൻ ഇവനോട് ക്ഷമിക്കുന്നതായിട്ട് തോന്നുന്നില്ല. അങ്ങനെ അവൻ അവിടെ നിന്നും നേരെ ഗോവിന്ദൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ ആ സ്കൂളിൽ പോയിട്ട് നല്ലൊരു പ്രസൻറ്റേഷൻ നടത്തുന്നുണ്ട് സ്പോർട്സിനെ കുറിച്ചൊക്കെ. ഈ സമയത്ത് ഇന്ത്യയുടെ ഒരു ക്രിക്കറ്റ് മാച്ച് നടക്കുകയാണ്. അങ്ങനെ ആ മാച്ചിൽ ഇന്ത്യ ജയിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ആ നാട്ടിലുള്ള എല്ലാവരും ഇത് വളരെ ആഘോഷമായിട്ട് കൊണ്ടാടുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ ഇഷാനും ഓമയും തമ്മിൽ ഒന്നിക്കുകയും ചെയ്യുകയാണ്. അവർ പിന്നെയും ഫ്രണ്ട്ഷിപ്പിൽ തുടരുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ അവരുടെ ക്ലബ്ബ് ഉണ്ടായിരുന്നല്ലോ, ക്ലബ്ബിൽ വളരെയധികം സെയിലൊക്കെ നടക്കുന്നുണ്ട് ആ ഷോപ്പിൽ. അതുപോലെ നല്ല മാച്ചൊക്കെ കൊണ്ടുവരാനായിട്ട് അവർ തുടങ്ങുകയാണ്. അങ്ങനെ ഒരു വലിയ മാച്ച് അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഓപ്പണിംഗ് ആയിട്ട് ഇറങ്ങുന്നത് നമ്മുടെ അലിയാണ്. അലി നന്നായിട്ട് തന്നെ ബാറ്റ് ചെയ്യുന്നുണ്ട്. 100 റണ്ണൊക്കെ നേടുന്നതായിട്ട് അതിൽ കാണിക്കുന്നുണ്ട്. ഈ സമയം തന്നെ ഒരു ഇലക്ഷൻ നടന്നിട്ട് ആ ഇലക്ഷനിൽ മുസ്ലിംസിൻ്റെ പാർട്ടിയിൽപ്പെട്ടവരാണ് ജയിച്ചത്. നമ്മളുടെ ഓമയും അവൻ്റെ മാമനും നിന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു, അതവിടെ തോറ്റുപോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ ഗോവിന്ദും ഇഷാൻ്റെ സിസ്റ്ററും തമ്മിലുള്ള ഒരു അഫെയർ ഉണ്ടായിരുന്നല്ലോ, അത് കുറേ അധികം വളർന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രഗ്നൻസിയിലൊക്കെ അത് പോവുകയാണ്. അപ്പം അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് അവൻ ഗോവിന്ദ് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം നമ്മളുടെ ഓമില്ലേ, അപ്പോൾ അവനാണെങ്കിൽ പാർട്ടിയിൽ നിന്ന് തോറ്റു പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം വെളിയിൽ കുറേ ആളുകളുടെയൊക്കെ ശ്രദ്ധ വേണം. അതുകൊണ്ട് തന്നെ ട്രെയിനിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് അവൻ കുറേ ആളുകളെ ട്രെയിൻ ചെയ്ത് അതിലേക്ക് വിടാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതിൽ അവൻ്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെയുള്ളവരെയൊക്കെ അവൻ ആ ട്രെയിനിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. ആ ട്രെയിനിൽ അങ്ങനെ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് തന്നെ കുറേ ടെററിസ്റ്റ് അവിടെ വന്നിട്ട് ബോംബ് വെക്കുന്നുണ്ട്. അങ്ങനെ അതിൽ പെട്ടിട്ട് അവൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും മരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. ഇത് അവന് വളരെയധികം വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അവൻ അവിടെ നിന്ന് കരയുന്നത് അവൻ്റെ മാമൻ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അവൻ്റെ മാമൻ പറയുന്നുണ്ട്, ഇനിയിപ്പം ഒരു മുസ്ലിംസും ജീവനോടെ ഉണ്ടാവില്ല, എല്ലാവരെയും കൊല്ലണമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പിന്നെ വലിയൊരു പ്രക്ഷോഭം അവിടെ അഴിച്ചുവിടുകയാണ്. ഈ വിഷയം അറിഞ്ഞ ഗോവിന്ദും നമ്മുടെ ഇഷാനും കൂടി ഓടി അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്, ഓമിൻ്റെ അടുത്തേക്ക്. അവനെ വന്ന് സമാധാനപ്പെടുത്താനായിട്ട് കുറേ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവനൊന്നും കേൾക്കുന്നില്ല. ഇപ്പോൾ അവൻ്റെ മാമൻ വന്നിട്ട് ഇവരെ രണ്ടുപേരെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. നമ്മുടെ ഇഷാനാണെങ്കിൽ നേരെ അലിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവനെ വന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അലിയുടെ അച്ഛൻ പറയുകയാണ്, ഇപ്പം അവനെ വെളിയിലേക്കൊന്നും വിടാൻ പറ്റില്ല, വെളിയിൽ മുഴുവൻ പ്രശ്നങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. ഉടനെ അവൻ പറയുകയാണ്, ശരി ഞാനെങ്കിൽ ഇവിടെ കുറേ നേരം ഇരിക്കാം, അതിനുശേഷം ഞാൻ പുറത്ത് പോയിക്കൊള്ളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൻ അവിടെ നിന്നിട്ട് ഗോവിന്ദിനെ വിളിക്കുകയാണ്. പെട്ടെന്ന് അലിയുടെ വീട്ടിലേക്ക് വരാനായിട്ടും പറയുന്നുണ്ട്. അങ്ങനെ ഗോവിന്ദ് വരുന്ന സമയത്ത് അവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതായിട്ട് അവന് മനസ്സിലാവുന്നുണ്ട്. ഗോവിന്ദ് ഇതെല്ലാം വിളിച്ചിട്ട് ഇഷാനോട് പറയുന്നുണ്ട്, ആ മുസ്ലിം പാർട്ടിയിൽപ്പെട്ട ആളുകളെല്ലാം നമ്മുടെ ഓമയുടെ മാമൻ്റെ പാർട്ടിയിലുള്ള ആളുകൾ കൊന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു വലിയ പ്രശ്നം നടക്കുകയാണ്. ഇപ്പോൾ ആ അലിയുടെ ഫാദർ ഉണ്ടായിരുന്നല്ലോ, അയാൾ നമ്മുടെ ഓമിയുടെ മാമനുണ്ടല്ലോ അയാളെ കൊല്ലുകയാണ്. ഇത് നമ്മുടെ ഓമി കാണുന്നുണ്ട്. അങ്ങനെ ഓമി അയാളെ കൊല്ലാനായിട്ട് അവിടേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഇഷാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ, അവനോട് വന്ന് കാര്യം പറയുന്നുണ്ട്. അവൻ്റെ ഫോൺ എടുത്ത് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ മുകളിലെങ്ങാനും പോയി വിളിച്ചിരുന്നുള്ളൂ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഗോവിന്ദിൻ്റെ ഫോൺ അവൻ മേടിക്കുകയാണ്. പോലീസുകാരെ ആരെങ്കിലും വിളിക്കാമെന്ന് പറഞ്ഞ് ആ ഫോൺ മേടിക്കുമ്പോൾ അതിലേക്ക് അവൻ്റെ സിസ്റ്റർ ഒരു മെസ്സേജ് അയക്കുകയാണ്, നീ ഇപ്പോഴും അച്ഛനായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഇഷാന് വളരെയധികം ഷോക്കാവുകയാണ്. അവൻ പറയുന്നുണ്ട്, നീ എന്നെ ചതിച്ചു അല്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ അടിക്കുകയാണ്. ഇപ്പം അവിടേക്ക് ഓമി ഒരു തോക്കുമായിട്ട് വരുന്നുണ്ട്. ഇത് കാണുമ്പം അലി അവൻ്റെ അച്ഛനും അവിടെ നിന്ന് ഓടുന്നുണ്ട്. ഇപ്പോൾ ഇഷാൻ അവരെ രക്ഷിക്കാനായിട്ട് പുറകെ ഓടുന്നുണ്ട്. ഇപ്പം ഓമ് ഷൂട്ട് ചെയ്യുകയാണ്. പക്ഷേ ആ ഷൂട്ട് ചെയ്യുന്നത് നേരെ പോയി കൊള്ളുന്നത് നമ്മുടെ ഇഷാൻ്റെ ദേഹത്താണ്. അങ്ങനെ ഇഷാൻ അവിടെ മരിച്ചു വീഴുകയാണ്. ഇത് കാണുമ്പോൾ ഓമിന് വളരെയധികം വിഷമാവുന്നുണ്ട്. കാരണം എൻ്റെ സുഹൃത്തിനെ ഞാൻ തന്നെ കൊന്നല്ലോ എന്ന് ഓർത്തിട്ട്. ഇപ്പം ഗോവിന്ദ് അവിടെ നിന്ന് അലറി നിന്ന് കരയുന്നതായിട്ടും കാണിക്കുകയാണ്. ഇപ്പം നമ്മളെ പ്രസൻ്റായിട്ട് കാണിക്കുകയാണ്. അപ്പം ഇവിടെ വന്ന് ഗോവിന്ദ് അവൻ്റെ കുഞ്ഞുമായിട്ട് അവിടേക്ക് വരികയാണ്. അപ്പോൾ ഓം അവിടെ നിൽപ്പുണ്ട്. ഓമിനോട് പറയുന്നുണ്ട്, ഇവൻ്റെ പേര് ഞാൻ ഇട്ടിരിക്കുന്നത് ഇഷാൻ എന്നാണെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ അലിയില്ലേ, അലി ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ മാച്ചിനായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. അവൻ ഓരോ റണ്ണ് എടുക്കും തോറും നമ്മുടെ ഇഷാൻ്റെ ഓർമ്മകൾ അവൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ മൂവി എൻഡ് ചെയ്യുന്നത്. അപ്പോൾ സുശാന്ത് സിംഗ് അഭിനയിച്ച നല്ലൊരു മൂവി കൂടിയാണിത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വേണ്ട മൂവീസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.